നോക്ക്. എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് സൂപ്പർ മുട്ട ബജിന്റെ റെസിപ്പി നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു ലൈഫ് ആൻഡ് ലീഫ് വിത്ത് ശ്രുതി. ഇതിനായി നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് കടലമാവ് എടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി നമുക്ക് ചേർക്കാം. അടുത്തതായി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ശേഷം ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇനി നമുക്ക് ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് നല്ലപോലെ കട്ടയില്ലാണ്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. അധികവും വെള്ളം പോലെയുള്ള എന്നാൽ അധികം തിക്കുമല്ലാത്തൊരു കൺസിസ്റ്റൻസി. ഇനി നല്ലപോലെ പുഴുങ്ങിയ മുട്ട ഇതുപോലെ പകുതിയായി മുറിച്ചു വെക്കണം. ഇനി ഞാൻ 2 വിധത്തിലാണ് മുട്ട ബജി ഉണ്ടാക്കുന്നത്. അപ്പോ അതെങ്ങനെയാണെന്ന് കാണാം. അതിനായി ആദ്യം മുട്ടയുടെ മഞ്ഞ നമുക്ക് ഒരു പ്ലേറ്റിലോട്ടേക്ക് എടുക്കാം. അത് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കൊത്തിയരിഞ്ഞ് സവാള കുറച്ചും പിന്നെ കുറച്ച് മല്ലിച്ചെപ്പും നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അടുത്തത് ചേർക്കുന്നത് കുറച്ച് ചാറ്റ് മസാലയാണ്. ഇതാണ് കേട്ടോ ശരിക്കും ഇതിന് വേറൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ടെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ് എല്ലാ മുട്ടയിലും നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കുക. ആ മുട്ടയുടെ ഉണ്ണി നിന്ന സ്ഥലത്ത് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കുക. നിറച്ച് വെച്ചു കൊടുക്കണം. ഇനി അടുത്തത് വളരെ സിമ്പിൾ ആണ്. കുറച്ച് സവാള അരിഞ്ഞത് മുട്ടയുടെ ഉണ്ണീന്റെ മേലെ വെക്കുക. എന്നിട്ട് കുറച്ച് പെപ്പർ പൗഡറും ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് മുട്ട ബജിയുടെ മുട്ട റെഡിയാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മുട്ടയെല്ലാം ബാറ്ററിൽ മുക്കിയെടുത്ത് നന്നായി തിളച്ച എണ്ണയിലോട്ടേക്ക് ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ മുക്കിയെടുത്ത മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് മറുഭാഗവും നന്നായിട്ട് മൊരിയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സൂപ്പർ മുട്ട ബജി റെഡിയായിരിക്കുന്നു. ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായി കാണുന്നവരെ ബൈ.